അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 81. അപ്പൊ എന്നോട് എന്തായിരുന്നടി നിനക്ക്? നീ ആരോട് ഈ കള്ളം പറയുന്നേ? നിനക്ക് എന്നോട് പ്രണയമായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് അറിയാം. കിച്ചുവിന്റെ ശബ്ദം അല്പം ഉയർന്നുപോയി. ജ്വാല പേടിയോടെ ചുറ്റും നോക്കി. കോളേജ് വിട്ട സമയമായതുകൊണ്ട് കുട്ടികളുണ്ട് പുറത്ത്. അവള് പെട്ടെന്ന് മുന്നോട്ട് നടന്നു. കിച്ചു അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ജ്വാല പേടിയോടെ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞു. കിച്ചേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ദേവേട്ടൻ ഇപ്പൊ വരും. അതിനു മുന്നേ പോവാൻ നോക്ക്. അവള് പറഞ്ഞതും അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. എങ്കി ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ദാ. നിനക്ക് അഗ്നിയോട് പ്രണയാണെങ്കിൽ നിനക്ക് എന്നോട് എന്തായിരുന്നടി? അവൻ പല്ല് കടിച്ചു. ജ്വാലയുടെ ശരീരം പേടിയാൽ വിറച്ചു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. കുഞ്ഞാ, പ്രണയം നിറഞ്ഞ സ്വരത്തോടെ അഗ്നി വിളിക്കുന്നു. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൾ കിച്ചുവിനെ കണ്ണു തുറന്നു നോക്കി. സ്നേഹമായിരുന്നു കിച്ചേട്ടാ എനിക്ക് നിങ്ങളോട്. അത് പ്രണയല്ല. കിച്ചേട്ടനും എന്നോടുള്ളത് പ്രണയമായിരുന്നില്ല. അത് എനിക്ക് പറയാം. അവൾ ശാന്തമായി പറഞ്ഞു. സ്നേഹവും പ്രണയവും ഒന്നല്ലേ? കിച്ചു പുച്ഛിച്ചു. അല്ല, ഒരിക്കലും അല്ല. കിച്ചേട്ടനെ ഞാൻ എന്നും എൻ്റെ ഏട്ടനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് കിച്ചേട്ടൻ എന്നോട് വന്ന് ഇഷ്ടാണെന്ന് പറഞ്ഞില്ലേ, അന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷെ എല്ലാരും കൂടി നമ്മുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ആരെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതാ അന്ന് ഞാൻ കിച്ചേട്ടനോട് വിവാഹത്തിന് സമ്മതാന്ന് പറഞ്ഞ്. അവളൊന്ന് തേങ്ങി. ഇഷ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ എന്നെ ഇഷ്ടാണെന്ന് അന്ന് പറഞ്ഞ്? അവന് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കിച്ചേട്ടാ. കിച്ചേട്ടന് ഓർത്തു നോക്ക്, ഞാൻ എന്താ പറഞ്ഞേന്ന്. വിവാഹത്തിന് എനിക്ക് സമ്മതാന്നല്ലേ ഞാൻ പറഞ്ഞേ. അതെ, ഞാൻ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും മനസ്സോടെ ആയിരുന്നില്ല. അവളുടെ ചുണ്ടു വിതുമ്പി. കിച്ചു ഓർത്തു നോക്കി. അതെ, എന്നോട് പ്രണയാണെന്ന് അവൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അന്നും പറഞ്ഞത് വിവാഹത്തിന് സമ്മതാണെന്ന് മാത്ര. അവൻ അസ്വസ്ഥതയോടെ അവളെ നോക്കി. അപ്പൊ ഒരു ദിവസം എന്റെ തോളിലേക്ക് ചാരിയിരുന്ന് എന്റേതാവാൻ നിനക്ക് കൊതിയാവുന്നു എന്ന് പറഞ്ഞതോ? അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി. പറഞ്ഞിരുന്നു, പക്ഷെ അത് പേടികൊണ്ടായിരുന്നു കിച്ചേട്ടാ. എന്നോട് എപ്പോഴും വഴക്കിടാറില്ലേ കിച്ചേട്ടൻ? അന്നു എന്നോട് കിച്ചേട്ടൻ പിണങ്ങിയിരിക്കുകയായിരുന്നു. എനിക്ക് സങ്കടാ കിച്ചേട്ടനോട് പിണങ്ങുന്നേ. അതാ ഞാനന്ന് അങ്ങനെ പറഞ്ഞേ. അങ്ങനെയെങ്കിലും എന്നോട് മിണ്ടാൻ വേണ്ടിയിട്ട്. അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. കിച്ചുവിനാകെ സമനില തെറ്റുന്നത് പോലെ തോന്നി. എന്നോട് ഇവൾക്ക് പ്രണയായിരുന്നില്ലാന്ന്, എന്നെ അങ്ങനെ കണ്ടിട്ടില്ലാന്ന്. അവന്റെ കൈമുഷ്ടി ചുരുണ്ടു. എനിക്ക് നിന്നോട് പ്രണയായിരുന്നു, കിച്ചു അവളോട് ഗൗരവത്തോടെ പറഞ്ഞു. നിറഞ്ഞ കണ്ണുകൾക്കിടയിലും ജ്വാലയൊന്ന് പുഞ്ചിരിച്ചു. കിച്ചേട്ടൻ എന്നോട് പ്രണയായിരുന്നില്ല, ചിലപ്പോ എനിക്കുള്ള പോലെ സ്നേഹമായിരുന്നിരിക്കും, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞത് മനസ്സിലാവാതെ അവളെ സൂക്ഷിച്ചു നോക്കി. പ്രണയം അതെന്താന്ന് എനിക്കും അറിയില്ലായിരുന്നു കിച്ചേട്ടാ. കിച്ചേട്ടനോട് ദേഷ്യപ്പെടുമ്പോ അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാ ഞാൻ കരുതിയത്. ഓരോ ഡ്രസ്സ് ഇടാൻ എന്നെ വിലക്കുമ്പോഴും അവിടെയും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നായിരുന്നു എൻ്റെ ചിന്ത. അതാ പ്രണയെന്ന് കരുതി. അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അവള് പറഞ്ഞു. അതെല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആയിരുന്നു ജ്വാല. അവൻ പറഞ്ഞതും അവളൊന്ന് നിശ്വസിച്ചു. ഞാനൊന്ന് പറഞ്ഞോട്ടെ കിച്ചേട്ടാ? അവള് പതിയെ ചോദിച്ചു. പറ. അവനിൽ ഗൗരവം. അത് കിച്ചേട്ടൻ എന്നെ മാത്രം നോക്കുമ്പോഴെല്ലാം കിച്ചേട്ടനെ സ്നേഹിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഏട്ടൻ എന്നതിലുപരി എനിക്ക് നിങ്ങളോട് ഒന്നും തോന്നിയിട്ടുമില്ല. പലപ്പോഴും എന്നെ നോക്കുന്ന നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന ഭാവം പ്രണയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ഞാൻ. അതാ പ്രണയെന്നായിരുന്നു ധാരണ. അവള് പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ അവനൊന്ന് പതറി. അവളുടെ സംസാരത്തിലെല്ലാം ആകെ ഒരു വ്യത്യാസം. അവന്റെ നെഞ്ചിടിപ്പ് എന്തിനോ ഉയർന്നുപോയി. ജ്വാല വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. എനിക്കിഷ്ടല്ലാതിരുന്നിട്ടും കിച്ചേട്ടൻ ഇതിനെ എപ്പോഴും എന്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിച്ചേ? അവള് ചോദിച്ചു. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. ജ്വാല, അതെല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അവൻ പതർച്ചയോടെ പറഞ്ഞു. എനിക്കിഷ്ടല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ അതന്നല്ലേ കിച്ചേട്ടൻ ചെയ്യാ. ആ കാര്യം പറഞ്ഞല്ലേ എന്നോട് പിണങ്ങാറും. അവൾ അവനെ തുറച്ചു നോക്കി. നീ എന്താടി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന എന്നോട്? എന്റെ പ്രണയ ഞാൻ നിനക്ക് മുന്നിൽ കാണിച്ചേ. നിന്നെ ഞാൻ തൊടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നിന്നോടുള്ള പ്രണയം കൊണ്ടാ. അവൻ കൈ ചുരുട്ടി അവന്റെ കാലിൽ തന്നെ അടിച്ചോണ്ടിരുന്നു. ജ്വാലയ്ക്ക് അവന്റെ ദേഷ്യം കണ്ട് പേടി തോന്നി. അവൾ അല്പം കൂടി പുറകിലേക്ക് നിന്നു. പ്രണയം അതൊന്നും പ്രണയമല്ല കിച്ചേട്ടാ. എനിക്കിപ്പോ അത് അറിയാന്ന് പറഞ്ഞില്ലേ? അവളുടെ സ്വരം പതിഞ്ഞുപോയി. കിച്ചു അവളെ സംശയത്തോടെ നോക്കി. എന്റെ ദേവേട്ടൻ എന്നെ നോക്കാറുണ്ട്, എന്റെ കണ്ണില് മാത്രം. എപ്പോഴും കണ്ണിലേക്കേ നോക്കാറുള്ളൂ. അപ്പോ ആ കണ്ണില് വിരിയുന്ന ഭാവം, അതാ പ്രണയം. ആർദ്രമായി അവളുടെ സ്വരം. അത്രമേൽ ആർദ്രത നിറഞ്ഞ സ്വരത്തിൽ പകച്ചുപോയി കിച്ചു. ആയതൊന്നും എനിക്ക് അത് അറിയില്ലായിരുന്നു. എന്നോട് ദേഷ്യമായിരിക്കുന്നാ ഞാൻ കരുതിയത്. പക്ഷെ എന്നെ എന്റെ ദേവേട്ടൻ എത്ര നന്നായിട്ടാ നോക്കുന്നേന്നറിയോ? അത്രയ്ക്കും ഇഷ്ടം എന്നെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
ജ്വാല. കിച്ചു വിശ്വാസം വരാതെ അവളെ വിളിച്ചു. ഒരു കാര്യത്തിനും ഇന്നോളെന്നെ നിർബന്ധിച്ചിട്ടില്ല. ഇപ്പോ ഞാനിടാറുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ കിച്ചേട്ടാ? നല്ല കൊതിയായിരുന്നു എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ. പക്ഷെ ഞാനതൊന്നും ദേവേട്ടനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് എനിക്ക് അങ്ങനത്തെ ഡ്രസ്സാ വാങ്ങിത്തന്നെ. ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ നിർബന്ധിക്കില്ല. ഭക്ഷണം കഴിക്കാതിരിക്കണത് മാത്രം ദേവേട്ടന് ഇഷ്ടല്ല. അപ്പൊ വഴക്ക് പറയും. അല്ലാതെ വഴക്ക് പറഞ്ഞിട്ടേ ഇല്ല. വലിയ സ്നേഹം എന്നോട്. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇതൊക്കെ സ്നേഹാണെന്ന് ആരാ ജ്വാല നിന്നോട് പറഞ്ഞേ? അവൻ നിന്നെ പറ്റിക്കുക. നീ മറന്നുപോയോ? നിന്റെ അച്ഛനും മുത്തശ്ശനും ഉണ്ടാക്കിയതെല്ലാം അവന്റെ കൈവശം ഇപ്പോ. അതിനുവേണ്ടി മാത്ര അവൻ നിന്നോട് സ്നേഹം അഭിനയിക്കുന്നേ. കിച്ചു ജ്വാലയ്ക്കുള്ളിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളിൽ ഒരു നേരിയ മാറ്റം പോലും അവന് കാണാൻ കഴിഞ്ഞില്ല. അവള് കിച്ചുവിനെ അല്പനേരം വെറുതെ നോക്കി നിന്നു. ജ്വാല, അവൻ വിളിച്ചു. എന്നെ അറിയോ കിച്ചേടന്? എന്റെ മനസ്സ് എന്താന്നറിയോ? അവൾ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. കിച്ചു അവളെ നെറ്റിച്ചുളിച്ചു നോക്കി. ഇല്ല അല്ലേ? അല്ലെങ്കിലും ജ്വാല ആർക്കും അറിയില്ല. ആർക്കും. പക്ഷെ ഇന്ന് ഒരാൾക്കറിയാം, എന്റെ ദേവേട്ടന്. അതൊരിക്കലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല കിച്ചേട്ടാ. എന്നെക്കാൾ അറിയാവുന്നത് പക്ഷേ ആ മനുഷ്യനാ. അതെങ്ങനെയെന്ന് ചോദിച്ചാ എന്റെ പക്കല് മറുപടിയില്ല. എന്റെ ആഗ്രഹമായിരുന്നു തുടർന്ന് പഠിക്കാന്നത്. അത് സാധിച്ചു തന്നത് ദേവേട്ടനാ. പിന്നെ ഞാൻ ഡാൻസ് പഠിക്കാനും പോണുണ്ട് കിച്ചേട്ടാ. എല്ലാം ദേവേട്ടൻ ചെയ്തതാ. അത്രത്തോളം എന്നെ അറിയാം ആ മനുഷ്യന്. ഇതല്ലേ പ്രണയം? അവള് ചോദിച്ചതും കിച്ചു മറുപടിയില്ലാതെ നിന്നുപോയി. പിന്നെ കിച്ചേട്ടൻ പറഞ്ഞ കാര്യം, എന്റെ അച്ഛയും മുത്തശ്ശനുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ദേവേട്ടന്റെ പക്കലാണെന്ന്. സത്യ കിച്ചേട്ടാ, അത് കിച്ചേട്ടൻ പറഞ്ഞത് സത്യ. ജ്വാല പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു. പക്ഷെ അതിന്റെ എല്ലാ അവകാശി ഇന്നും ജ്വാല തന്നെയാ. ഉറച്ചതായിരുന്നു അവളുടെ ശബ്ദം. കിച്ചു അവളെ തുറച്ചു നോക്കി. എന്താ എങ്ങനെ നോക്കണേ? ഞാൻ പറഞ്ഞത് സത്യ. എല്ലായ്പ്പോഴും എന്റെ പേര് തന്നെയാ. ദേവേട്ടന് അതൊന്നും വേണ്ട. എന്നെ മാത്രം മതിയെന്നാ എന്നോട് പറഞ്ഞേ. അവൾ പ്രണയം തുളുമ്പുന്ന മിഴികളോടെ പറഞ്ഞു. കിച്ചുവിന്റെ തല താഴ്ന്നു. പിന്നെ ഒരു കാര്യം കൂടി കിച്ചേട്ടാ. അവൾ പെട്ടെന്ന് ഓർത്തതുപോലെ അവനോട് പറഞ്ഞു. കിച്ചു എന്താ എന്ന പോലെ അവളെ നോക്കി. കിച്ചേട്ടൻ പലപ്പോഴും എന്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തടയാറില്ലേ? നിക്കേ ഇഷ്ടമല്ലാത്തോണ്ടാ അത്. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ദേവേട്ടനോടും. പക്ഷെ ദേവേട്ടൻ എന്നെ തൊടുമ്പോഴും എന്നെ ഉമ്മ വെക്കുമ്പോഴും എനിക്ക് ഇതുവരെ ആ മനുഷ്യനോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. അതെന്താ കിച്ചേട്ടാ? അവൾ അവനെ ഉറ്റുനോക്കി. കിച്ചു അവളെ വെറുതെ നോക്കിയതേയുള്ളൂ. ജ്വാലിയ മനുഷ്യനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രണയം എനിക്ക് എന്റെ ദേവേട്ടനോട്. ഇന്ന് വരെ മറ്റാരോടും തോന്നാത്തൊരിഷ്ടം. പ്രണയം എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് ആ മനുഷ്യനാ. അവൾ പ്രണയത്തോടെ പറഞ്ഞു. കിച്ചുവിന് ഇനി ഒന്നും കേൾക്കാൻ വയ്യായിരുന്നു. അത്രത്തോളം തകർന്നിരിക്കുന്നു അവൻ. അവളിന്ന് ഒരിക്കലും കേൾക്കരുതെന്ന് കരുതിയ വാക്കുകളാ. സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കിച്ചുവിന്. വെറും 4 മാസം കൊണ്ട് അഗ്നിവിളെ ഇത്രത്തോളം മാറ്റിയെടുത്തോ? അവന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കിച്ചേട്ടന്റെ ഒക്കെ ഭേദായോ? അവള് ചോദിച്ചു. കിച്ചു അവളെ സൂക്ഷിച്ചു നോക്കി. മാറി. 4 മാസായില്ലേ? മാറിയപ്പോ നേരെ ബാംഗ്ലൂർക്ക് വിട്ടു. ഇന്നാ എത്തിയത് തിരികെ. ഇപ്പോ ഒരു ഫ്രണ്ടിനെ കണ്ട് മടങ്ങുന്ന വഴിയാ നിന്നെ കണ്ടത്. ദേവേട്ടൻ വരും. കിച്ചേട്ടൻ പൊക്കോ. വെറുതെ എന്തിനാ വഴക്ക്? അന്നവൻ എന്നെ പട്ടിയെ പോലെ തല്ലി ചതച്ചപ്പോ നീ ഇത് പറഞ്ഞില്ലല്ലോ. കാരണം പോലും ചോദിച്ചില്ലല്ലോ. കിച്ചു അവളെ കലിയോടെ നോക്കി. ദേവേട്ടൻ അങ്ങനെ ആരെയും വെറുതെ തല്ലില്ല കിച്ചേട്ടാ. അന്ന് അങ്ങനെ കിച്ചേട്ടൻ അടിക്കാനും കാരണം ഉണ്ടാവും. എനിക്കറിയാം. അവൾ ഉറപ്പോടെ പറഞ്ഞു. നിനക്ക് എന്നേക്കാൾ വിശ്വാസം അവനാണല്ലോ ഇപ്പോ. എന്നെങ്കിൽ അവൻ നിന്നെ തള്ളിപ്പറയും. അന്ന് മനസ്സിലാവും നിനക്ക് നിന്നെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ അനുഭവിച്ച വേദന. അത്രത്തോളം നെഞ്ചിൽ കൊണ്ട് നടന്ന് പ്രണയിച്ചതാടി നിന്നെ ഞാൻ. അവന്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു. പക്ഷെ ആ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. അവൻ അവളെ ഇടങ്ങണ്ണിട്ട് നോക്കി. അവൾ ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഒരിക്കലും എന്റെ ദേവേട്ടന്റെ കണ്ണി കണ്ട ഭാവം ഞാൻ കിച്ചേട്ടനിൽ കണ്ടിട്ടില്ല. അതെനിക്ക് ഉറപ്പാ. അവൾ അപ്പോഴും അവന്റെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. കിച്ചു പെട്ടെന്ന് അവളിൽ നിന്നും മുഖം തിരിച്ചു. അവനൊപ്പം അധികനാൾ സന്തോഷത്തോടെ കഴിയാന്ന് കരുതണ്ട നീ. വാഴിക്കില്ല ഞാൻ. ചരൺ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് നേടിയിരിക്കും. അവൻ ദേഷ്യം നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞു. ജ്വാല അവനെ ഭയത്തോടെ തുറിച്ചു നോക്കി. പ്രണയായിരുന്നു എനിക്ക് നിന്നോട്. ഇപ്പോഴും പ്രണയാ. എന്നീന്ന് തട്ടിയെടുത്തത് അവനാ. അല്ലെങ്കിൽ നീ ഇന്ന് എന്റെ ഭാര്യ ആവേണ്ടതായിരുന്നു. ഇത്രയൊക്കെ അവള് പറഞ്ഞിട്ടും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ കിച്ചു വീറോടെ പറഞ്ഞു. ജ്വാല ഒന്നും മിണ്ടിയില്ല. എന്താടി നാവ് ഇറങ്ങിപ്പോയ നിന്റെ? ഇത്രയും നേരം നിന്ന് പ്രസംഗിച്ചിരുന്നല്ലോ നീ. ഇങ്ങനെയൊക്കെ പറയാൻ ആ മറ്റവൻ പഠിപ്പിച്ചതായിരിക്കുമല്ലേ നിന്നെ? കിച്ചു അവളുടെ കയ്യിൽ കയറി പിടിച്ചു. കിച്ചേട്ടാ വിട്, ആളുകൾ ശ്രദ്ധിക്കുന്നു. അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു. കിച്ചുവും ചുറ്റും നോക്കി. തൊട്ടുമാറി ബസ് സ്റ്റോപ്പാ. അവിടെ കുട്ടികളുണ്ട്. അത് കണ്ടിട്ടും അവൻ അവളിൽ നിന്നും കൈയെടുത്തില്ല. കിച്ചേട്ടാ.
അവള് ദയനീയമായി വിളിച്ചു. ശ്രദ്ധിച്ചോട്ടെ, ആരാന്ന് വെച്ചാ കണ്ടോട്ടെ, നീ എന്റെയാ. അവൻ പുലമ്പി. വിടന്നെ. അവള് പെട്ടെന്ന് അവനെ പുറകിലേക്ക് തള്ളി. കിച്ചു അവളെ പകപ്പോടെ നോക്കി. അവളുടെ മുഖം ആകെ ചുവന്നിട്ടുണ്ട്. ദേഷ്യം കൊണ്ട് കണ്ണുവരെ കലങ്ങിയിരിക്കുന്നു. ജ്വാല. കിച്ചു കണ്ണു മിഴിച്ചുകൊണ്ട് അവളെ വിളിച്ചു. ഇനി എന്നെ തൊടരുത്. അവൾ അവന് നേരെ വിരല് ചൂണ്ടി. അവളുടെ നോട്ടത്തിൽ ആദ്യമായി കിച്ചുവിന് പേടി തോന്നി. പേരുപോലെ തന്നെ മുന്നിൽ ജ്വാലയായി നിൽക്കുന്നവൾ. എന്നെ തൊടരുത്. ഞാൻ്റെ ദേവേട്ടൻ്റെയാ. കിച്ചേട്ടൻ കുറെ നേരം കൊണ്ട് പറയുന്നല്ലോ പ്രണയായിരുന്നു എന്നോടെന്ന്. അങ്ങനെ പ്രണയായിരുന്നെങ്കിൽ കോടികളുടെ കണക്ക് കേട്ടപ്പോ എന്നെ എന്തേ കണ്ടില്ലേ? പുച്ഛമായിരുന്നു അവളിൽ. ജ്വാല, നീ? കിച്ചു അവളെ തുറച്ചു നോക്കി. നിക്കിപ്പോഴും ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് കിച്ചേട്ടനോട് ഇഷ്ടം തന്നെയാ. കിച്ചേട്ടനായിട്ട് അത് ഇല്ലാതാക്കരുത്. അവളുടെ സ്വരം ഉയർന്നുപോയി. ഇതെന്റെ ജ്വാലയല്ല. നിന്നെ അവൻ എന്തോ തന്ന് മയക്കിയിരിക്കുക. കിച്ചു പറഞ്ഞു. സ്നേഹം കൊണ്ട് മയക്കിയിരിക്കുക കിച്ചേട്ടാ. സ്നേഹം എന്താണെന്ന് ഇപ്പോ ജ്വാലയ്ക്ക് അറിയാം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാ ഇന്നീ ജ്വാലയ്ക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കിച്ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കരുത്. ദേവേട്ടൻ കണ്ടുകൊണ്ട് വന്ന പ്രശ്നാവും. പോവാൻ നോക്ക്. അവൾ അവന് നേരെ കൈകൂപ്പി. കിച്ചു പെട്ടെന്ന് അവന്റെ ബൈക്കിന്റെ അടുത്തേക്ക് നടന്നു. ജ്വാല അവനെ തന്നെ നോക്കി നിന്നു. അവൻ പെട്ടെന്ന് ബൈക്കുമായി അവളുടെ മുന്നിലായി വന്നു നിന്നു. അവൻ നിന്നെ പറ്റിക്കുക. അവൻ നിന്നോട് കാണിക്കുന്നത് സ്നേഹമല്ല, അതല്ല പ്രണയം. അത് നിനക്ക് മനസ്സിലാവും. അവൻ പറഞ്ഞതും അവൾ മറുപടി പറഞ്ഞില്ല. ഞാനിപ്പോഴും നിന്നെ പ്രണയിക്കുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ ബൈക്ക് അവളെ മറികടന്നു പോയി. ജ്വാല പകപ്പോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. തന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൾ അപ്പോഴാണ് അറിഞ്ഞത്. കണ്ണുകൾ അമർത്തി തുടച്ചു ജ്വാല. പെട്ടെന്ന് അവൾക്ക് മുന്നിലായി ഒരു കാറ് വന്ന് നിന്നു. അതിലിരിക്കുന്നവനെ കണ്ട് അത്രയും നേരം താൻ അനുഭവിച്ച ടെൻഷൻ ആ നിമിഷം മാഞ്ഞു പോകുന്നത് ജ്വാല അറിഞ്ഞു. ദേവേട്ട, എന്താ ലേറ്റായേ? അവൾ അവനോട് ചോദിച്ചു. പക്ഷേ അഗ്നിയുടെ മുഖത്ത് ഗൗരവം. കേറ്. അതേ ഗൗരവത്തോടെ അവൻ പറഞ്ഞു. അവൾ തലയാട്ടി പെട്ടെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്. അഗ്നി മുന്നോട്ട് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല തലയാട്ടി പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടു. അഗ്നിയുടെ മുഖത്തെ ഗൗരവം എന്തിനാണെന്ന് മനസ്സിലാവാതെ ജ്വാല അവനെ ഉറ്റുനോക്കി. പക്ഷെ അവന്റെ നോട്ടം മുന്നിലേക്കായിരുന്നു. ആ നോട്ടം പിന്തുടർന്നു പോയ ജ്വാല കണ്ടു മുന്നോട്ട് പോയൊരു ബൈക്ക്. അവളുടെ ഉള്ളനാളി. അഗ്നി കിച്ചുവിനെ കണ്ടു കാണുമോ എന്ന പേടിയോടെ അവൾ അവനെ നോക്കി. പോവാ കുഞ്ഞാ. അവൾ മൂളി. അഗ്നി കാറ് സ്റ്റാർട്ടാക്കി. ആദ്യമായി കാറിൽ നിശബ്ദത നിറഞ്ഞു. ജ്വാല അഗ്നിയെ നോക്കിക്കൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ചരൺ. അതേ നിമിഷം അഗ്നിയുടെ ചുണ്ടുകൾ ആ പേര് പതിയെ മൊഴിഞ്ഞു. കണ്ണുകളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. തുടരും.